അവർ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് പള്ളിയെന്ന് പറഞ്ഞ് ഇവിടെ കിടക്കാതെ നീ അവിടെ പോ കള്ളിക്കാട് കെട്ടിയൻ്റെ അടുത്ത് പോവില്ല. ഇന്ന് പ്രാർത്ഥനയുണ്ട്, നാളെ പ്രാർത്ഥനയുണ്ട്, അങ്ങുണ്ട് ഇങ്ങുണ്ട്. മൊത്തത്തിൽ കൗണ്ട് 70 രക്ഷപ്പെടൂല, പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന്. ഇതൊക്കെ കൊണ്ട് നടന്ന് ഒന്നെന്ന് ഞാൻ പറയുള്ളൂ, അവരെ ശ്രദ്ധക്കുറവാണ്. വയ്യ എന്താണെന്ന് നോക്കാം. അവിടെ കൊണ്ടുപോയി മെഡിക്കൽ കൊണ്ടുപോകണേന് അവർക്ക് വണ്ടിയുണ്ട്. 108 പിടിക്കുന്നതൊക്കെ ഇപ്പം സീരിയസ് ആയതിനു ശേഷം. ഈ ആസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആൻസി എന്ന് പറയുന്ന അവർ നമ്മുടെ ചർച്ചിലൊരു ബിലീവറാണ്. ഇവർ തിങ്കളാഴ്ച ദിവസമാണ് ഇവർ ഹോസ്പിറ്റലിൽ പോകുന്ന നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററായ ആനപ്പാറയിലാണ് ഇവർ പോയത്. അവിടെ പോയി ഇവർ തന്നെയാണ് പോയേക്കുന്നത്. ഇവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവരൊറ്റയ്ക്ക് അവിടെ പോയി. അവർക്ക് പോയപ്പോൾ സാരമായ അവർ രോഗിയായിരുന്നതുകൊണ്ട് ഇവർക്ക് ഇഞ്ചക്ഷനും ട്രിപ്പും ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വന്നപ്പോൾ ഇവർക്ക് കൂട്ടിരിക്കാൻ ആരുമില്ലാത്തത് കാരണം ഡോക്ടേഴ്സ് അത് നൽകിയില്ല. കൂടാതെ ഇവരെ കയ്യിൽ നിന്നുള്ള മൊബൈൽ വാങ്ങി അതിലുള്ള നമ്പറുകളിൽ വിളിച്ചു, പലരെയും വിളിച്ചു. അവരുടെ ബന്ധുക്കളായിട്ടുള്ളവരെ, അമ്മ, സഹോദരിമാർ, അവരെല്ലാം വിളിച്ചു. അപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞെന്നാണ് ഞങ്ങൾ പിന്നെ പോയപ്പോൾ വിവരം അറിയുന്നത്. പക്ഷെ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ഓടിയെത്തി. അപ്പോൾ പോയപ്പോഴേക്ക് അവർ വോമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിതയായിട്ട് അവശനിലയിൽ കിടക്കുന്ന ഒരു അനുഭവമാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ രോഗനിർണയത്തിൻ്റെ ഭാഗമായി അവർ പറഞ്ഞു പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ സാരമായി കുറവാണ്, ഒന്ന് ഡെങ്കി ഫീവറോ അല്ലെങ്കിൽ എലിപ്പനിയുടെ സാധ്യത ഉണ്ട്, കൂടാതെ ഇവർക്ക് മഞ്ഞപ്പിത്തവും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറ്റേതെങ്കിലും പാറശാലയോ നെയ്യാറ്റിൻകരയോ ഉള്ള താലൂക്ക് ഹോസ്പിറ്റലോ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞ് അവർ അതിന് വേണ്ടുന്ന ചീട്ട് തന്നു. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോഴേ അതിനേക്കാളും ഞങ്ങൾക്ക് ആത്മവിശ്വാസവും നല്ല ട്രീറ്റ്മെൻറ്റും വളരെ വൈദഗ്ധ്യമുള്ള ഹോസ്പിറ്റലാണ് തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലായ ദേവി ഹോസ്പിറ്റൽ എന്ന് 100% ഉറപ്പുള്ളതിൻ്റെ പേരിൽ നല്ല ട്രീറ്റ്മെൻറ്റ് ലഭിക്കുമെന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ദേവി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതിനു മുമ്പ് അവരുടെ അമ്മ ആ ഹോസ്പിറ്റലിൽ തന്നെ ഇവരുടെ ഈ ആൻസി എന്ന് പറയുന്നവരുടെ മറ്റൊരു അനുജത്തി അവിടെ സുഖമില്ലാതെ കിടപ്പുണ്ട്. അവരെ പരിചരിച്ച് ഇവരുടെ അമ്മ, അതുപോലെ തന്നെ മറ്റ് ചേച്ചി, ഇങ്ങനെയുള്ളവരൊക്കെ അവിടെ ഹോസ്പിറ്റലിലുണ്ട്. അങ്ങനെ വളരെ വ്യത്യാസമായ ഒത്തിരി റിക്കവറായി വരുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. അതിനുശേഷം ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല രോഗി പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ കുറവാണ്, ഞങ്ങൾ ഏതാനും 2 ദിവസത്തിനകത്തത് മെയിൻറ്റെയിൻ ആകുമെന്ന് കരുതുന്നു എന്ന് പറയാനിടയായി. അതിനുശേഷം ഞങ്ങൾ തൊട്ടടുത്ത ദിവസം എന്നാൽ ഞങ്ങൾ വീണ്ടും അവരെ വേണ്ടുന്ന സാമ്പത്തികമായ ക്രമീകരണം ചെയ്തിട്ട് പറഞ്ഞ് ഞങ്ങൾ നാളെ എനിക്ക് ചില പ്രോഗ്രാമായിട്ട് ഞാൻ സ്ഥലത്തുണ്ടാവത്തില്ല, ഞാൻ വൈകുന്നേരത്തേ വരത്തുള്ളൂ, നിങ്ങൾ ബാക്കിയുള്ള ക്രമീകരണങ്ങൾ, ഭക്ഷണ ക്രമീകരണം ചെയ്യണം, മരുന്നെല്ലാം അവിടെ നിന്ന് തരും, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇതാകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. എന്നാൽ ഉച്ച അടുക്കുന്ന സമയത്ത് ഡോക്ടർ വിളിച്ച് പറയുന്നു, ആൻസിയുടെ നില വളരെ മോശമാണ്, ഇവരെ എത്രയും വേഗത്ത് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇവരുടെ ശരീരത്തിൽ ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന അതിനുള്ള സംവിധാനമുള്ള പ്ലേറ്റ് കൗണ്ട് ശേഖരമുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇവർ എത്രയും വേഗം എത്തിക്കണം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പെട്ടെന്ന് താഴുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വേണ്ടപ്പെട്ടവരെ വിളിക്കാം. അതിൻ്റെ ഭാഗമായി ഞാൻ ഉടൻ തന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് വരാൻ കഴിയാത്തത് കൊണ്ട് സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരായ വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ ബ്ലോക്കിലെ മറ്റ് ചുമതല, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ വിളിച്ചു പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇനി വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ പറയുന്നു. അപ്പോൾ അവരെല്ലാവരും എത്തിയില്ല. എന്നാൽ എത്തിയത് നമ്മുടെ ബ്ലോക്ക് മെമ്പറായിരുന്ന ആനി പ്രസാദ് അവരെത്തി. അവർ ആ സമയം മുതൽക്കേ ഫോണിലൂടെ ഇവരെ മാറ്റാൻ വേണ്ടുന്ന വിധത്തിൽ 108 മറ്റ് ക്രമീകരണങ്ങൾക്കും വേണ്ടി ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്യുന്നതാണ് എനിക്ക് കണ്ടത്. ഞാനിവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഈ ഒരു ആൻസി എന്ന 52 വയസ്സുള്ള അമ്മയുടെ ആ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് സുഖമില്ലാണ്ട് ദേവിയിൽ അഡ്മിറ്റാണ്. അവർക്ക് കൗണ്ട് കുറവാണ്. അപ്പോൾ അടിയന്തരമായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുള്ള സജ്ജീകരണം ചെയ്യണമെന്ന് വാർഡ് മെമ്പർ എന്നെ വിളിച്ച് പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ പോയി രോഗിയെ കണ്ടപ്പോൾ ഒരു ഓക്സിജൻ കൊടുത്തിട്ടുണ്ടെങ്കിലും നോർമലായിട്ട് ഒരാൾ സംസാരിക്കുന്ന പോലെ നടക്കുന്നു, എഴിക്കുന്നു, ഇരിക്കുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. അവരുടെ കണ്ടീഷൻ എനിക്കങ്ങനെ കണ്ടിട്ട് വേറൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്സിജൻ കൊടുത്തിരിക്കുന്നു എന്നതിലപ്പുറം അവർ എണീറ്റിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അമ്മ അവിടെ വന്നു.
വന്നിട്ട് അവരുടെ അടുത്ത് എന്തോ സംസാരിക്കേണ്ട സമയച്ചപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയല്ലേ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മയുണ്ടല്ലോ, ബൈസ്റ്റാൻഡർ ആയല്ലോ, മറ്റൊരു ആശുപത്രിയിലോട്ട് മാറ്റേണ്ട സംവിധാനം. അപ്പോൾ അമ്മ ഓടി വന്നിട്ട് ഇതെൻ്റെ മോളല്ല, ഈ പേഷ്യൻ്റ് എൻ്റെ ആരുമല്ല, ഇങ്ങനെ ഇവർ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇതെന്ത് ഇവരിങ്ങനെ ഒരു മോളെന്ന് അമ്മയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു, ഇവരിങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചിട്ടും പോകുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറുമായിട്ട് കയറി കണ്ടിട്ട് ഡോക്ടർ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ അപ്പോൾ പറഞ്ഞു അത് അതായത് ആൻസി എന്ന് പറയുന്ന അമ്മയുടെ സഹോദരി ചേച്ചിയോ അനിയത്തിയുമാണ്. ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാണ് ചേച്ചി അനുജത്തി, ഈ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാണ്. അപ്പോൾ അവരെ നോക്കാനായിട്ടാണ് അമ്മ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വാർഡിലോട്ട് പോയപ്പോൾ ഇവരുടെ അനുജത്തിയും ഉണ്ട്, അനുജത്തിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്, ഈ അമ്മയും ഉണ്ട്. പക്ഷേ അവരുടെ മകളാണെന്ന് പോലും പറയാനായിട്ട് തയ്യാറാവുന്നില്ല. അതിനിടയ്ക്ക് എനിക്ക് പെട്ടെന്നൊരു ചിന്ത പോയി. പഴയ എനിക്ക് തൊട്ട് മുന്നേയുള്ള ഭരണസമിതിയിലെ കൊടപ്പനമൂട് ഷാജഹാൻ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. പുള്ളി വരുന്നു. പുള്ളി വന്നപ്പോൾ ഈ ജനറൽ ഹോസ്പിറ്റലിൽ 9ാമത്തെ വാർഡിൽ ബൈസ്റ്റാൻഡർ വേണ്ട എന്ന് അപ്പോഴത്തേന് മംഗളദാസ് മെമ്പർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഡോക്ടർ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, നമുക്ക് എന്നാൽ രോഗിയെ മാറ്റാം, മെമ്പറെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ആംബുലൻസ് വിളിക്കും, 108 വിളിക്കും. ഡോക്ടർ പറയുന്നു ഇങ്ങോട്ട് 108 വിളിക്ക്. 108 വിളിച്ച് ഞാൻ പറയുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു രോഗിയെ മാറ്റണം, അപ്പോൾ നിങ്ങൾ ഒന്ന് വരണം എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നു. ഇവരുടെ കൺട്രോൾ റൂമിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വിളി വരുന്നു, മാഡം ആംബുലൻസ് ഇല്ല, മറ്റൊരു ഓട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ആംബുലൻസ് ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, ഞങ്ങളുടെ CHCയിൽ തന്നെയാണ് ആംബുലൻസ് ഒതുക്കുന്നതെന്ന് പറഞ്ഞു, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ. അപ്പോൾ അവർ അവർക്ക് മനസ്സിലാവാത്തതാണോ അറിയാത്തതാണോ എന്താ കട്ട് ചെയ്തിട്ട് അവർ കട്ട് ചെയ്യണം മേഡം, വിളിക്കാം, 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വിളിക്കാമെന്ന് പറയുന്നു. അവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു അത് കുരിശുമല സ്പെഷ്യൽ സർവീസാണ്, അപ്പോൾ ആംബുലൻസ് വിടാൻ സ്പെഷ്യൽ ഓർഡറാണ്, വിടാൻ പറ്റത്തില്ല, സർക്കാരിൻ്റെ സ്പെഷ്യൽ ഓർഡർ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവരുടെ അടുത്ത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, ഓക്കെ വെള്ളറുടെയിൽ ആംബുലൻസ് കുരിശുമല സർവീസ്, പാറശാല താലൂക്ക് ആശുപത്രി ഉണ്ടല്ലോ, നിങ്ങൾ അവിടുത്തെ ആംബുലൻസ് ഒന്ന് വിട്ടു തരണം. അപ്പോൾ പറഞ്ഞു അതും ഇതിൻ്റെ സർവീസിൽ തന്നെയാണ്. അപ്പോഴും ഡോക്ടർ അടുത്തുണ്ട്. ഡോക്ടറാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ഇവർ ആംബുലൻസ് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ട്രാക്കൊക്കെ നോക്കിയിട്ട്, കാര്യം ഉച്ചയ്ക്ക് എന്തോ ഡോക്ടറെ ട്രൈ ചെയ്തേക്കുന്നു 108. അപ്പോൾ 108 വിടാമെന്ന് പറഞ്ഞിട്ട് ബൈസ്റ്റാൻഡർ ഇല്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ട്രാക്കൊക്കെ അയച്ചു കൊടുത്തു ഡോക്ടറിന്, ഡ്രൈവറുടെ നമ്പർ ഉൾപ്പെടെ അയച്ചു കൊടുത്തു. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ വിളിച്ച് ആംബുലൻസ് ഇല്ല എന്ന് ഇവർ വീണ്ടും പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ഉത്തരവാദിത്തത്തെ 108 പോലും ഉള്ളൂ, മനസ്സിലായില്ലേ? അതിൻ്റെ കൺട്രോൾ റൂമിലും ഉണ്ടെന്ന് പറയുന്നു, ഇല്ല എന്ന് ഇവരിങ്ങനെ മാറി എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നു ഇല്ല അവിടെ ഉണ്ട്, എന്നാൽ പിന്നെ നോക്കിയിട്ട് വീണ്ടും വിളിക്കുന്നു. ഇങ്ങനത്തേക്ക് ഒരു പരസ്പര ബന്ധമില്ലാത്തൊരു ഇതായിരുന്നു 108 വിളിച്ചപ്പോൾ കിട്ടിയത്. ഞങ്ങൾ എന്ത് ചെയ്തു, ഈ കൊടപ്പനമൂട് ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനിടയ്ക്ക് CHCയിൽ പോയി ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി. പുള്ളി ആശുപത്രിയിൽ പോയിട്ട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ആയിനി എങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യുമോ മക്കളെ, ഒന്ന് എങ്ങനെയെങ്കിലും ഇവിടെ CHCയിലോട്ട് കൊണ്ടുവരുമോ, സർക്കാർ ആശുപത്രിയല്ലേ, ഇവർ വിളിച്ചാൽ 108 വിടാതിരിക്കാൻ പറ്റൂല, അപ്പോൾ അവർ വിടും. അപ്പോൾ ഞങ്ങൾക്കും അതൊരു പ്രതീക്ഷ, കാര്യം 108 കിട്ടിയാൽ ഓക്സിജൻ ഉണ്ട്, അതോടൊപ്പം ഒരാളുടെ ഹെൽപ്പ് അതിനകത്ത് കിട്ടും, സിസ്റ്റർ പൾസോ എന്തെങ്കിലും നോക്കണമെങ്കിൽ ആ ഒരു സപ്പോർട്ടും കിട്ടും. അപ്പോൾ ഞങ്ങൾക്കും അതൊരു ആശ്വാസം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഡോക്ടറെ അടുത്ത് പറയുന്നു ഡോക്ടർ ഇങ്ങനെ ഒരു ഇതായിട്ടുണ്ട്, അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്യാം, അങ്ങോട്ട് കൊണ്ടുപോയിട്ട്, കാര്യം ഇവിടെ നിന്ന് വിളിച്ച എൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്പറുകൾ കൊടുത്തു, കൂടെ നിന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആംബുലൻസുകളിലൊക്കെ വിളിച്ചു. പേഷ്യൻറ്റിന് ഇവിടെ കൊണ്ടുവന്നതും ഡോക്ടറെ കാണിക്കുകയാണ് ഞങ്ങൾ ഡയറക്റ്റ്. അതായത് ഒരു 3 മിനിറ്റ് ഈ ദേവി ഹോസ്പിറ്റലിൽ നിന്ന് ആനപ്പാറ ആശുപത്രിയിൽ വന്ന സമയത്ത് ഓക്സിജൻ്റെ സപ്പോർട്ടില്ല. ഞങ്ങൾ പറയുന്നത് ഡോക്ടറെ അവിടെ ഓക്സിജൻ സപ്പോർട്ടോടെ ഓക്സിജൻ കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഓക്സിജൻ ലെവൽ അപ്പോഴും ചെക്ക് ചെയ്യുന്നു, 99 ഉണ്ട്, കൊടുക്കണ്ട, ഓക്സിജൻ്റെ ആവശ്യമില്ല എന്ന് ഒരു സർക്കാർ ഡോക്ടർ പറയുകയാണ് CHCയിൽ. അത് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, ട്രിപ്പ് കൊടുത്തു, ഷുഗർ ഹൈ ആയതുകൊണ്ട് ട്രിപ്പിൻ്റെ ഒപ്പം ഇൻസുലിനും കൊടുത്തു ഡോക്ടർ. കൊടുത്തിട്ട് പറഞ്ഞു മാറ്റാം എന്ന്. അപ്പോഴും ഡോക്ടർ എന്ത് ചെയ്യുന്നു, 108 ഡോക്ടറും 108 വിളിക്കുന്നത്. 108 വിളിച്ച് CHCയിലെ ഡോക്ടർ സംസാരിക്കുമ്പോഴും കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടി വിടുന്നില്ല. അങ്ങനെ ഈ പേഷ്യൻ്റ് ഞങ്ങൾ എന്ത് ചെയ്തു, ഡോക്ടർ തന്നെ അവിടെ ഒരു ചാർട്ട് ഉണ്ടായിരുന്നു, അതിൽ ഇങ്ങനെ ഓരോ നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ പാലക്കലിലെ ഒരു ആംബുലൻസ് കിട്ടി. ഓക്സിജൻ ഉണ്ടെന്നാണ് കരുതിയത്, പക്ഷെ വന്നപ്പോൾ അത് നേരത്തെ പോയ ഓട്ടത്തിൽ ഓക്സിജൻ കാലിയായിരുന്നു. അപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഓക്സിജൻ വേണ്ട, ഓക്കെയാണ്. പേഷ്യൻറ്റിനെ വണ്ടിയിലോട്ട് കയറ്റുന്നു. പാസ്റ്റർ അതോടൊപ്പം ഷാജഹാൻ കൊടപ്പനമൂട് ഇവർ എന്ത് ചെയ്യുന്നു, ആംബുലൻസിൽ രോഗിയും കൊണ്ട് പോകുന്നതിന് മുന്നേ ഇദ്ദേഹം ഓക്സിജൻ ചോദിച്ച് വാങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് വണ്ടിയിൽ വെക്കാം, ഹോസ്പിറ്റലിൽ ഓക്സിജൻ തരണം, വണ്ടി തിരിച്ചു വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ പുറകെ എന്നിട്ട് ഇങ്ങനെ പോയി ഏകദേശം അമരവിള എത്തിയപ്പോൾ കൊടപ്പനമൂട് ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തിനെ എന്നെ വിളിക്കുന്നു. ആള്
അനങ്ങുന്നില്ല, പോയി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഉണ്ട്, ഓക്സിജനോടുകൂടെയാണ് പോകുന്നത്. അമരവള എത്തിയപ്പോഴത്തേനാണ്, അതായത് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പോയത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ആംബുലൻസ് ഡ്രൈവർ ഒരു ജസ്റ്റ് 1-2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു നാനി മരിച്ചുപോയി. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും സമയം ഞങ്ങളൊപ്പം നിന്ന് കഴിവിൻ്റെ പരമാവധി, ഇപ്പോൾ എൻ്റെ അമ്മയോ അച്ഛനോ എൻ്റെ സഹോദരങ്ങളോ ആണെങ്കിൽ എനിക്ക് വേറൊന്നും നോക്കണ്ട, എടുത്തിട്ട് ഓട്ടോറിക്ഷയെങ്കിൽ ഓട്ടോറിക്ഷ അങ്ങ് പോയാൽ മതി, എന്തെങ്കിലും പറ്റിയാൽ ആരും ചോദിക്കൂല ഞങ്ങളുടെ അടുത്തേ, ഞങ്ങളുടെ വീട്ടിലൊരാളല്ലേ. പക്ഷേ ബന്ധുക്കളെ കൈയൊഴിഞ്ഞ് എന്താണ് എല്ലാവരാലും കൈയൊഴിയപ്പെട്ടൊരു വ്യക്തിയെ ഞങ്ങൾ ഏറ്റെടുത്ത് ആ വ്യക്തിയെ ഞങ്ങൾ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയാൽ, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കയറ്റിക്കൊണ്ട് പോയാൽ ഇന്ന് ഈ വിമർശനങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഇരട്ടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞതിന് പ്രകാരം 108 വേണ്ടി ശ്രമിച്ചത്. ഇത് സാധാരണ ആരുമില്ലാത്തൊരു വീട്ടമ്മയായതുകൊണ്ട് അവർക്ക് 108 വിട്ടുകൊടുത്തില്ല. ഒരു മന്ത്രിയും ഇവിടെ വന്നില്ല, അവർ മരിച്ചപ്പോൾ MLAയും വന്നില്ല, ആരും വന്നില്ല. മനസ്സിലായില്ലേ? ആരും ഇല്ലായിരുന്നു. ആരും ഇല്ലാതെ ചർച്ചിലെ കുറേ അംഗങ്ങളും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഒരു വാർഡ് മെമ്പറും നിന്ന് അടക്കം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരു ഉന്നത നേതാവിൻ്റെ ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെ ആംബുലൻസ് സേവനം കിട്ടാതെ മരിച്ചതെങ്കിൽ കേരളം നിന്ന് കത്തുമായിരുന്നു. അതുകൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. സഹോദരിയുടെ ഭർത്താവല്ലേ? എൻ്റെ ഭാര്യയുടെ ചേട്ടത്തിയാണ്. പറയൂ, നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഈ സംഭവങ്ങൾ? പള്ളിയിൽ പെന്തക്കോസ്ത് പള്ളിയിലാണ് പോണത് ആനപ്പാറ. പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് ആനപ്പാറ ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവരതിന് സമയത്തിനൊന്നും വന്നില്ല. രാത്രി 7 മണിക്കൊക്കെയാണ് വന്നത്. ഒരു മെഡിക്കൽ കോളേജിൽ എഴുതി വിട്ടു. അവർ കൊണ്ടുപോയി 10-11 മണിയൊക്കെ വൈകിയായിരിക്കും കൊണ്ടുപോയത്. പക്ഷേ പിന്നെ പിറ്റേന്ന് രാവിലെ അറിയുന്ന നെയ്യാറ്റിൻകരയിലാണ് വെച്ച് മരിച്ചു ഹോസ്പിറ്റലിൽ. അവിടെ ബോഡി സൂക്ഷിച്ചേക്കണമെന്ന് ഏത് സത്യാവസ്ഥ. അവർ തന്നെ കൊണ്ട് കറങ്ങി അത് നേരെ ചികിത്സ കിട്ടാതെയാണ് ഈ കൊച്ചു മരിച്ചത്. ഉറപ്പാണ്. കിട്ടിയിട്ടില്ല. അവർക്ക് ഇതിനു മുമ്പ് 3-4 ദിവസങ്ങൾക്ക് മുമ്പ് വയ്യാതെ സ്വന്തം കാറൊക്കെ ഉള്ളവർ തന്നെയാണ് ഈ പാഷന്മാരൊക്കെ. കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് കൊണ്ടുപോകാൻ രക്ഷപ്പെടുത്തായിരുന്നു. നമ്മൾ ഈ കാല് വയ്യാത്ത ഞാൻ 2 വർഷം കൊണ്ട് ചികിത്സ. ഒരു സൈഡ് ഷോക്കായിട്ട് കിടക്കണം എൻ്റെ ഭാര്യ. കണ്ണൊന്നും കാണാൻ നേരെ തിരിച്ച് നടക്കാൻ വയ്യാത്ത തള്ള. നമ്മൾ എന്ത് ചെയ്യും ഈ അവസ്ഥയിൽ? ഇതൊക്കെ കൊണ്ട് നടന്ന് ഒന്നെന്ന് ഞാൻ പറയുള്ളൂ, അവരെ ശ്രദ്ധക്കുറവാണ്. വയ്യ എന്താണെന്ന് നോക്കാം. അവിടെ കൊണ്ടുപോയി മെഡിക്കൽ കൊണ്ടുപോകണേന് അവർക്ക് വണ്ടിയുണ്ട്. 108 പിടിക്കണതൊക്കെ ഇപ്പം സീരിയസ് ആയതിനു ശേഷമല്ലേ. അവർക്ക് നേരത്തെ കൊണ്ടുപോകാം, കൊണ്ടുപോയില്ല. അവർ കുഴപ്പി ദൈവം തമ്പുരാനൊക്കെ ഉണ്ട്. അതൊക്കെ ആരും ചോദിക്കാനും പറയാനും ആരുമില്ല. നാട്ടിലൊരു പെണ്ണായിപ്പോയി. നമ്മുടെ ഈ അവസ്ഥ ഇതായിപ്പോയി. അതുകൊണ്ട് അവർ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് പള്ളിയെന്ന് പറഞ്ഞ് ഇവിടെ കിടക്കാതെ നീ അവിടെ കള്ളിക്കാട് കെട്ടിയൻ്റെ അടുത്ത് പോകില്ല. ഇന്ന് പ്രാർത്ഥനയുണ്ട്, നാളെ പ്രാർത്ഥനയുണ്ട്, അങ്ങുണ്ട് ഇങ്ങുണ്ട്. നമുക്കും ഒരു കൂട്ടായിരുന്നു. സൗകര്യമല്ല അനിയത്തിയാണ്. എനിക്ക് 1 മാസമായി സ്ട്രോക്ക് വന്നിട്ട്. മാസ്റ്റർമാർ വന്ന് ചീട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ട് കുറേ അവിടെ ആശുപത്രി പരിശോധനയ്ക്ക് എഴുതി വിട്ട്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുക, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. രാത്രിയായിട്ടും അവർ വന്നില്ല. ഒടുക്കം പാതിരാത്രി ഇവിടെ കൊണ്ടുവിട്ടിട്ട് അവർ പോയി. ഞങ്ങളടുത്ത് പറഞ്ഞു നിങ്ങൾ സംരക്ഷിക്കണം, നിങ്ങൾ ചായ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അമ്മ 200 രൂപ കൊടുത്ത് ചെയ്തിട്ട് അവരൊക്കെ പോയി. അപ്പോൾ ആനപ്പാറയിൽ പറഞ്ഞു സീരിയസ് ആണ്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് അവരോട് പറഞ്ഞെന്ന് നമ്മളോട് ഒന്നും പറയാതെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് അവരങ്ങ് പോയി. ഡോക്ടർ പറഞ്ഞു കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കണം, ഇവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു 2ാമത്തെ ദിവസം. അപ്പോഴും അവർ പറഞ്ഞതല്ല, ഡോക്ടർ പോയി കഴിയുമ്പോൾ രാത്രിയിലാണ് വരുന്നത്, 10 മണിയൊക്കെ കഴിഞ്ഞിട്ട്. എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവരുടെ ഭർത്താവ് ഭർത്താവ് വരില്ല. ഇതാണ്. പിന്നെ 3ാമത്തെ ദിവസം മൊത്തത്തിൽ കൗണ്ട് 70 എത്ര ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് രക്ഷപ്പെടൂല, പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന്. പോകുന്നതിൻ്റെ അന്ന് നേരത്തെ വന്ന് കൊണ്ടുപോയത് എത്ര മണിക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാ സാറ്.
ലാസ്റ്റ് അവൾ സന്തോഷത്തോടെയാണ് പോയത്. കാപ്പിയെല്ലാം മാറ്റി കൊടുത്ത് കുടിച്ച് എല്ലാം ചെയ്തിട്ടാണ് പോയത്. ആംബുലൻസാണോ കാറാന്ന് എനിക്കറിയത്തില്ല. അവിടെ കിടക്കും. എന്നിട്ട് പിറ്റേന്ന് ഇവിടെ പകലം പറയണ മരിച്ചത് ഞങ്ങൾക്ക് വേറെ ഒന്നും അറിഞ്ഞു. എങ്ങനെയാണ് പരിചയം? എങ്ങനെയാണ്? അല്ല, ആൻസി ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഇവിടെ ഒരു പ്രേയറിന് വേണ്ടിയായിട്ട് ഇവിടെ പ്രേയർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് അന്ന് മുതൽ ഇങ്ങനെ അവളെ നോക്കാൻ ആരുമില്ല. അവളെ ഭർത്താവൾക്ക് ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല, നോക്കുന്നില്ല, കുടുംബക്കാരും നോക്കുന്നില്ല. ആ ഒരു കാര്യം പറഞ്ഞാണ് ഇവിടെ വന്നതും. അങ്ങനെ ഇവിടെ തന്നെ നിൽക്കുകയും ഭക്ഷണം കഴിക്കുകയും കിടക്കുകയൊക്കെ എല്ലാം ഇവിടെ തന്നെ. വണ്ടി ഉണ്ടായിട്ട് കൊണ്ടുപോയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവരോട് സംസാരിച്ചപ്പോൾ ഇല്ല, അങ്ങനെ പറയുന്നത് അത് മഹാ തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു പാസ്റ്ററുടെ ആരുമല്ല, എൻ്റെയും ആരുമല്ല, പാസ്റ്ററുടെ ആരുമല്ല, ആനിയുടെ ആരുമല്ല. ഇപ്പം ഞങ്ങൾ പോയി ഇതിനിടയിൽപ്പെട്ട് ഇത്രയും കിടന്ന് ഞങ്ങൾ വെള്ളം കുടിയാതെ ഒന്നും ഇരിക്കാനുള്ള കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരാൾക്കാരെല്ലാവരും ബന്ധുക്കൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. വേണമെങ്കിൽ അവർക്കൊക്കെ സഹകരിക്കാമായിരുന്നല്ലോ. ആ ദേവി ഹോസ്പിറ്റലിൽ തന്നെ അമ്മ അടുത്തുണ്ട്, അനിയത്തി അടുത്തുണ്ട്, അനിയൻ അടുത്തുണ്ട്. അപ്പോൾ ആ വാഹനം കിട്ടുന്നത് ഇവരെ വാഹനത്തെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അവർക്ക് തന്നെ അവിടെ നിന്ന് കയറി ഡോക്ടറോട് പറഞ്ഞിട്ട് ഒരു ആംബുലൻസ്, ഡോക്ടറെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാമായിരുന്നല്ലോ. അതൊന്നും പറഞ്ഞില്ല, ചെയ്തില്ല. അപ്പോൾ പിന്നെ അത് വണ്ടി കിട്ടിയില്ല, പാസ്റ്ററാണ് താമസിപ്പിച്ചതെന്നുള്ള മഹാ തെറ്റാണ്. കാരണം പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഇന്നലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പുള്ളിയുടെ ഒറ്റ കഴിവുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്.